കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മരപ്പട്ടി നാട്ടുമ്പുറങ്ങളിൽ വളരെ സുലഭമായിരുന്നു. എനിക്കിട്ട് പണിഞ്ഞോന്നൊരു സംശയം. പണിഞ്ഞതാ. വീടിൻ്റെ ഭിത്തിമേൽ ഈ തെരുവ് കുട്ടികൾ ട്രീ ഡോഗ് എന്ന് എഴുതി വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിൻ്റെ സാങ്കത്യം മനസ്സിലായി. ട്രീ ഡോഗ് എന്ന വാക്കതിന് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഒന്നുകൂടി ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇത് കേരളോർമ്മ കോളേജിലെ SFIക്കാരുടെ ഭാഷയാണ്. മരപ്പട്ടിയുടെ ഇംഗ്ലീഷാണ് ട്രീ ഡോഗ്. സംഗതി കൊള്ളാം. അന്ന് ഈ കേരളോർമ്മ കോളേജ് ഇത്ര പ്രസിദ്ധമല്ല. ഞങ്ങളുടെ നാട്ടിലെ കുട്ടികളാരും അവിടെ പോകാറും പതിവുണ്ടായിരുന്നില്ല. ഏതായാലും അവിടെ പഠിക്കാൻ യോഗ്യതയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് മനസ്സിലായത് അപ്പോഴാണ്. ഇത് പറയാൻ കാര്യം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഈ നാട്ടിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അറിയാത്ത, അതിനെക്കുറിച്ചൊന്നും യാതൊരു വ്യാകുലതയും ഇല്ലാത്ത നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മനോവിഷമം എന്താ വെച്ചാൽ ക്ലിഫ് ഹൗസിൻ്റെ തട്ടുമ്പുറത്തുള്ള മരപ്പട്ടികളാണ്. ഈ മരപ്പട്ടി എന്ന് പറഞ്ഞ ജന്തു അലക്കി തേച്ച് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിൽ, മുടിലും ഷർട്ടിലും അണ്ടർവെയറിലും ഒക്കെ മൂത്രമൊഴിക്കുകയാണ്. മരപ്പട്ടിയുടെ മൂത്രം എന്ന് പറഞ്ഞാൽ രൂക്ഷഗന്ധമുള്ള ഒരു സാധനമാണ്. ഇരട്ടച്ചങ്കല്ല, മുച്ചങ്കണ്ടെങ്കിൽ പോലും അത് സഹിക്കാൻ പറ്റുകയില്ല. ഗന്ധമുള്ള ഈ മൂത്രം നമ്മുടെ അഖില കേരള ചക്രവർത്തി സഖാവ് പിണറായി വിജയൻ്റെ ഷർട്ടിലും മുണ്ടിലും വീഴാന്ന് വെച്ചാൽ എന്താ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ആ മരപ്പട്ടി അത്ര ഭീകരനായിരിക്കും. അവൻ ലഷ്കർ-ഇ തോയ്ബയിലോ അല്ലെങ്കിൽ അൽ ഷബാബിലോ അല്ലെങ്കിൽ താലിബാനിലൊക്കെ ചേരേണ്ട അത്ര ഗംഭീരനായ, എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു ഭയങ്കരനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പോട്ടെ, കുടിവെള്ളം മൂടി വെച്ചില്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലും മരപ്പട്ടി മൂത്രം ഒഴിക്കും എന്നാണ് വിജയൻ സഖാവ് പരിതപിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ ഇത്ര ചകിതനായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഇന്ദ്രനെ ചന്ദ്രനെ ഭയപ്പെടാത്ത, ബ്രണ്ണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഊരിപ്പിടിച്ച വാളുകൾക്കിടയിൽ കൂടി നിർഭയനായി നടന്ന നമ്മുടെ മുഖ്യമന്ത്രി കേവലം മരപ്പട്ടിയുടെ മൂത്രത്തിന് മുമ്പിൽ പേടിച്ച് പരിതപിച്ച് വിലപിക്കുക എന്ന് പറയുന്നത് എത്ര ദയനീയമാണെന്ന് ആലോചിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കേരള മുഖ്യമന്ത്രിയെ പോലും വിരട്ടാൻ കഴിവുള്ള ഒരു ഭയങ്കരനാണ് ഈ മരപ്പട്ടി. ഏതായാലും മരപ്പട്ടി നിർമ്മാർജ്ജനത്തിന് വേണ്ടി വലിയൊരു സംഖ്യ നമ്മുടെ ഖജനാവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. മനുഷ്യനെ താഴ്ത്തിക്കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കേണ്ട. സത്യം പറഞ്ഞ ക്ലിഫ് ഹൗസിലെ ഈ മരപ്പട്ടിയാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ രീതിയിൽ പെരുമാറുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള എന്താണ് ധാർമ്മിക ശക്തി ഇവിടുത്തെ ഈ സാംസ്കാരിക നക്കികളായിട്ടുള്ള മരപ്പട്ടികൾക്കില്ല. അങ്ങനെയുള്ള ഈ സാംസ്കാരിക നക്കികൾ അല്ലെങ്കിൽ സാംസ്കാരിക നായകൾ ഉള്ള ഈ നാട്ടിൽ യഥാർത്ഥ സാംസ്കാരിക വില്ലൻ എന്ന് പറയുന്നത് മരപ്പട്ടിയാണ്. മരപ്പട്ടിക്ക് അതിനുള്ള ആർജവുണ്ടായി. മരപ്പട്ടി മുഖ്യൻ്റെ ഉടുമുണ്ടിലും അടിവസ്ത്രത്തിലും ഒക്കെ മൂത്രം ഒഴിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു എന്ന് കരുതാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ അങ്ങനെ കരുതാനാണ് ആഗ്രഹിക്കുന്നത്. മരപ്പട്ടിയുടെ യഥാർത്ഥ ദൗത്യം അതാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളത്തിൽ മൂത്രം ഒഴിക്കും. ആ മരപ്പട്ടിയുടെ മൂത്രം മുഖ്യമന്ത്രി കുടിക്കും. എത്ര മനോഹരമായ ആ സോഷ്യലിസ്റ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കും. സത്യത്തിൽ ഈ ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയെ എവിടെയെങ്കിലും വെച്ച് കാണണമെങ്കിൽ ആദരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മരപ്പട്ടികൾ മനുഷ്യൻ്റെ ആദരവ് ഏറ്റുവാങ്ങും നമുക്കറിയില്ല. പക്ഷേ മരപ്പട്ടിയെ ആദരിക്കേണ്ട ഒരു നിലയിലേക്ക് നമ്മുടെ സാംസ്കാരിക കേരളം നിലം പതിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ശരിയാക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ കയറിയപ്പോൾ മൊത്തം ശരിയായി. LDF വരും, എല്ലാം ശരിയാകും.